നമസ്കാരം സുഹൃത്തുക്കളെ, രാവിലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് റെഡിയായി വെളിയിലേക്ക് വന്നേക്കാണ്. നല്ല തണുപ്പുള്ളതുകൊണ്ട് 5-6 ലെയർ ഡ്രസ്സും ഒക്കെ ചെയ്ത് നേരെ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ ബോഞ്ചി വെള്ളം തയ്യാറാക്കി. നമ്മുടെ പട്ടയും കുരുമുളകും ഇഞ്ചിയും കാടും ഒക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു ബോഞ്ചി വെള്ളവും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് മുട്ട ക്രീമിനകത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയി. കഴിക്കാനുള്ള ഫുഡ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതും നമ്മളെടുത്ത് കുറച്ച് ബോഞ്ചി വെള്ളം നമ്മുടെ ഫ്ലാസ്കിലും എടുത്തിട്ട് തന്നെ നമ്മൾ നേരെ പോകും നമ്മുടെ യാർഡിലേക്കാണ്. യാർഡിലെത്തിയാൽ നമ്മൾ ട്രിപ്പ് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ചെയ്യണം. ഇന്ന് നമുക്ക് ലോഡ് എടുക്കാൻ പോകേണ്ടത് ടൊറന്റോയിലേക്കാണ്. ടൊറന്റോയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഓട്ടമാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറി മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ ലോഡ് ചെയ്യുന്ന ചേട്ടൻ കണ്ടോ, നല്ല പാട്ടൊക്കെ ഇട്ട് ഒടുക്കത്തെ ഡാൻസും കളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞ് പുള്ളി പടപടാന്ന് ലോഡും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഫുഡ് കഴിച്ച് റെഡി ആയിരുന്നു കഴിഞ്ഞാൽ ലോഡ് തീർന്ന ഉടനെ തന്നെ നമുക്ക് നേരെ ലണ്ടനിലേക്ക് പുറപ്പെടാം. ലണ്ടനിലെ ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മൾ നാളത്തെ ലോഡിന് വേണ്ടിയിട്ടുള്ള ട്രെയിലർ നമ്മൾ ആമസോണിൽ കൊണ്ടുവരണം. ആമസോണിൽ നമുക്ക് നാളെ ഒരു ലോഡുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ട്രക്കിന് കുറച്ച് വൈക്ലപ്യം ഉള്ളത് കാരണം നേരെ അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. വർക്ക്ഷോപ്പിൽ ട്രക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള നേരത്തില്ല, വയറ്റിനും ചെറിയൊരു വൈക്ലപ്യം. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള പബ്ബിലേക്ക് വന്നപ്പോൾ ഞാനും ബോണിയും നമ്മുടെ എഡ്വിനും കൂടെ ചേർന്നിട്ട് ഒരു നാരങ്ങ വെള്ളം കാച്ചി നേരെ വീടെത്തിയപ്പോൾ തന്നെ ആമസോണിൽ നിന്ന് കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിച്ച് നോക്കിയപ്പോഴാണ് രാജ്യമോള് പറഞ്ഞ നാളെ ഒരു എക്സാം ഉണ്ട്, അതുകൊണ്ട് അവളുടെ ഓഫീസ് മുറി ഒന്ന് സെറ്റ് ചെയ്ത് ടേബിളൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് തരണം. അതിനുശേഷം ഞാനും ജില്ലും കൂടെ നേരെ ബെഡിലേക്ക് വന്ന് കുറേ നേരം കഥകളൊക്കെ പറഞ്ഞു കിടന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തു.